അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറ്റിപ്പുറത്ത് നല്ലൊരു മീനും ചോറും സ്പോട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറ്റിപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണ്. ഞാനും ഇമ്മി ആങ്ങളെയും നാത്തൂനും കേട്ടോ പോണത്. അപ്പോൾ നമ്മളിതാ അവിടെ എത്തിയിരിക്കണം കേട്ടോ. കാറൊക്കെ പാർക്ക് ചെയ്ത് നടന്ന് പോവുകയാണ്. കാർ പാർക്ക് ചെയ്യാൻ ഇരുത്തൊന്നും കിട്ടിയില്ല, സ്പോട്ടിൻ്റെ ഇരുത്ത് സ്ഥലം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തെങ്ങാണ്ട് കുറച്ച് 2-3 മിനിറ്റ് നടക്കാണ്ട് അപ്പോൾ നടന്ന് അവിടെ എത്തി. ഇതാ ചോറും മീനൊന്നുമില്ല, ബോർഡും ഇതൊക്കെ കാണുന്നുണ്ടിട്ടില്ലേ. അത്യാവശ്യം ഒരു അടഞ്ഞ് കടന്നുങ്ങാണ്ടില്ല ഒരു ഇതല്ല, ഓപ്പൺ ആയിട്ടില്ല ഒരു എന്താ പറയുക, ഒരു ഹാള് മാതിരി കേട്ടോ. ഇപ്പം ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു പയക്കോല ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ചുറ്റുഭാഗമാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് കേട്ടോ, ഫ്രണ്ടിൽ തന്നെയാണ് അടുക്കള ഭാഗം വരുന്നത്. കുറേ ജോലിക്കാരുണ്ട്, ചേച്ചിമാരാണ് കൂടുതലായിട്ട് ഇതിൽ കാണുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നല്ല തിരക്കാട്ടോ ഇവിടെ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് 4 സീറ്റൊക്കെ കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കണ്ടില്ലേ, കുറച്ചൊക്കെ അത്യാവശ്യം നല്ല തിരക്കിലുണ്ട്. അപ്പോൾ ഏതാ മീൻ വേണ്ടുമെന്ന് വെച്ചാൽ അത് നമുക്ക് അപ്പക്കപ്പളെ പൊരിച്ച് തരികയാണ് കേട്ടോ അവിടെ ചെയ്യണത്. ഏതാണ് മീൻ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. നല്ല അറ്റ്മോസ്ഫിയർ ആട്ടോ, ഒരു പാടത്തിൻ്റെ വക്കത്തായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ചോറൊക്കെ ഇലട്ട് വിളമ്പിക്കണ്. ഏത് മീനാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പക്കപ്പളെ സ്പോട്ടിൽ ചെയ്ത് തരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഞണ്ടെടുത്തിക്കണ്, കാളാഞ്ചി മീൻ എന്ന് പറയും, അതും കിട്ടിയിരിക്കണു. പിന്നെ ഈ ചോറുക്ക് തന്നെ ഉപ്പേരിയാൾ 2-3 വിധം ഉപ്പേരിയാളും ആ ചമ്മന്തി മതിയിട്ട് നമുക്ക് ഈ ചോറ് വെച്ചാൽ നല്ല പൈസ തോന്നിയൊന്നുമില്ല. പായസം അടക്കം പപ്പടം അടക്കമാണ് ചോറ്. അപ്പോൾ നമ്മൾ ചോറൊക്കെ തിന്ന് നീച്ചിട്ടോ. ഇതൊക്കെ ഇവിടെ പണിക്കുള്ള ചേച്ചിമാരാണ്. ഫ്രണ്ടിൽ തന്നെയാണ് അടുക്കള ഒക്കെ ഒരു പാചകം ചെയ്യണതൊക്കെ നമുക്ക് കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ മനസ്സും വയറും ഒക്കെ നിറഞ്ഞാൽ അടിച്ചാനൊരു ബെല്ലും ഉണ്ട്, ഒരു പയക്കുല തൂക്കിയിരിക്കണ്. അപ്പോൾ അതിൽ നിന്ന് എത്ര വേണമെങ്കിലും നമുക്ക് പായ കൊടുക്കട്ടോ. അപ്പോൾ ചോറൊക്കെ തിന്നുങ്ങാണ്ട് നമ്മൾ ഒന്നിങ്ങനെ വീഡിയോ അതിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ എടുക്കുകയാണ് കേട്ടില്ല. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുങ്ങാണ്ട് എല്ലാവർക്കും തൃപ്തിയാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നാത്തൂന് ഇതാ ഒരു വാഴയ്ക്ക് എടുത്തുങ്ങാണ്ട് ബെല്ലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോ. നല്ല ഫുഡൊക്കെ നല്ല രസമുണ്ട്, നല്ല തൃപ്തിയാകും ചെയ്തിരിക്കണം.